Hi guys, welcome back to my YouTube channel. I just received my driver's license. I'm so happy. Really, I mean, ഇതിൻ്റെ 5th ടെസ്റ്റിലാണ് കേട്ടോ, റോഡ് ടെസ്റ്റിലാണ് എനിക്ക് കിട്ടുന്നത്. ഐ എം സോ ഹാപ്പി മീൻസ് വെരി വെരി ഹാപ്പി. കാരണം ഞാൻ വിചാരിച്ചില്ല എനിക്ക് കിട്ടുന്നു. കാരണം 1, 2, 3, 4 പോയപ്പോൾ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോയത് കിട്ടിയില്ല. 5ാമത്തെ ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല, പക്ഷേ എനിക്ക് കിട്ടി. I did it. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അബൌട്ട് ദി എക്സ്പെൻസ് ആൻഡ് എവറിത്തിങ്. ഐ മീൻ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഇഫ് യു ഡോണ്ട് നോ, അറിയാത്തവർ മാത്രം കാണുക, അറിയുന്നവർ യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. പിന്നത്തെ കാര്യം, ഞാൻ അജ്മാനിലാണ് കേട്ടോ. സോ അക്കോർഡിംഗ് ടു അജ്മാൻ ഐ വിൽ ബി ടെല്ലിങ്. ഓരോ എമിറേറ്റ്സിൽ ഓരോ രീതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു അജ്മാൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട് മുമ്പ് വി ഹാവ് ടു ഡു ദ ഐ ടെസ്റ്റ്. അതിന് ഇറ്റ് കോസ്റ്റ് 100 dirhams. അത് കഴിഞ്ഞിട്ട് ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഇവിടെ ADA എന്ന് പറഞ്ഞിട്ടൊരു അജ്മാൻ ഡ്രൈവിംഗ് അക്കാഡമി ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ ഡയറക്റ്റ് ചെയ്യുമ്പോൾ 1800 dirhams വരുള്ളൂ. ബട്ട് ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളിലാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ 1900 and something വരും ഫയൽ ഓപ്പൺ ചെയ്യാനായിട്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലേണേഴ്സ് ടെസ്റ്റ് കിട്ടും. ടെസ്റ്റിന് മുമ്പായിട്ടൊരു ക്ലാസ് ഉണ്ടാവും, ടെസ്റ്റ് ഉണ്ടാവും. ആ ടെസ്റ്റ് നമ്മൾ ക്ലിയർ ആയി കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് അവർ ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ്, വിച്ച് ഈസ് പാർക്കിംഗ് ടെസ്റ്റ്. പാർക്കിംഗ് ടെസ്റ്റ് 3 ടെസ്റ്റ് ഉണ്ടാവും, വിച്ച് ഈസ് ഗാരേജ് പാർക്കിംഗ്, പിന്നെ സൈഡ് പാർക്കിംഗ് ആൻഡ് ഓൾസോ 1 more ബ്രിഡ്ജ് പാർക്കിംഗ്. ഈ 3 പാർക്കിങ്ങും ഒരു ദിവസം തന്നെ ആയിരിക്കും. അതിൽ ഇനി ഏതെങ്കിലും നിങ്ങൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ യു ക്യാൻ റീഡു ദ ടെസ്റ്റ് ഓൺ നെക്സ്റ്റ് ടെസ്റ്റ് ഡേറ്റ് അവർ തരും. സോ മന്ത്ലി ആയിരിക്കും നമുക്ക് ടെസ്റ്റ് ഡേറ്റ് തരുന്നുണ്ടാവുക. നമുക്കത് പ്രീപോൺ ചെയ്യാനും പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ടെസ്റ്റിന് വരുന്ന ഫീസ് എത്രയാണെന്ന് വെച്ചാൽ 150 ആണ്. ഇഫ് യു ഡയറക്ട്ലി പേ ദിസ് ഓൺ ദ മുറൂർ 150 ആണ്. ബട്ട് ത്രൂ ദി ഡ്രൈവിംഗ് സ്കൂളാണെങ്കിൽ ദേ വിൽ ചാർജ് 180. ഓക്കെ, 30 ഫോർ ദി സർവീസ് ചാർജ്. പിന്നെന്താ, പിന്നെ ഇവിടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്ര ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ലൈക്ക് ദർ ഇസ് നോ റൂൾ ഫോർ മിനിമം ഇത്ര ക്ലാസ് പഠിക്കണം എന്ന് റൂളില്ല. ഇഫ് യു കംഫർട്ടബിൾ യു കൻ ഗിവ് ദ ടെസ്റ്റ്. അങ്ങനെയാണ് കേട്ടോ. പിന്നെന്താണ്, അങ്ങനെ ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് എനിക്ക് പാർക്കിംഗ് 2ാമത്തെ ടെസ്റ്റിലാണ് കിട്ടിയത്. ഐ മീൻ ഫുൾ കംപ്ലീറ്റ് ആയത്. ഫസ്റ്റ് ടെസ്റ്റിൽ എനിക്ക് ഗാരേജും ബ്രിഡ്ജും ഞാൻ പാസ്സായി, പക്ഷേ പാരലൽ പാർക്കിംഗ് ഞാൻ ഫെയിലായി. നെക്സ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഐ ഓൺലി ഹാവ് ടു ഡു ദി പാരലൽ പാർക്കിംഗ്. അങ്ങനെ പാർക്കിംഗ് ഫുള്ളും കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ഫോർ യു വിൽ ഗെറ്റ് എ ഡേറ്റ് ഫോർ റോഡ് ടെസ്റ്റ്. 30 ദിവസത്തിനുള്ളിലൊക്കെ ആയിട്ട് വരും കേട്ടോ, 1 month മാക്സിമം. അതിനുള്ളിൽ നമുക്ക് ടെസ്റ്റ് കിട്ടും. അങ്ങനെ റോഡ് ടെസ്റ്റിൻ്റെ കൺഫർമേഷൻ ആ ഒരു ചാർജ് വരുന്നത് 200 ആണ് ഫോർ ദ റോഡ് ടെസ്റ്റ്. ഓക്കെ, പിന്നെന്താണ്, ആൻഡ് ഓൾസോ പ്രീപോണ്ട് ആൻഡ് പോസ്റ്റ്പോൺ ചെയ്യുമ്പോൾ ദ ചാർജ് ഇസ് 100. പ്രീപോണ്ട് ചെയ്യുമ്പോൾ 300 ആണ് വരിക. ഇത് എക്സ്ട്രാ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ വൺ മോർ തിങ്, നമുക്കൊരു പെർമിറ്റ് ഉണ്ടാവും. സോ ഈ പെർമിറ്റ് എക്സ്പയറേഷൻ ഡേറ്റ് ഉണ്ട്. ലൈക്ക് ഇതൊന്ന് 4 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ ഈ പെർമിറ്റ് നമ്മൾ റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. സോ ആ റിന്യൂവേഷന് ഇറ്റ്സ് ലൈക്ക് 150 ഈച്ച്. സോ നമ്മുടെ ടെസ്റ്റ് നീളുന്തോറും നമ്മൾ ഈ പെർമിറ്റ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കണം. ഓക്കെ, പിന്നെ വൺസ് യു പാസ് ദ റോഡ് ടെസ്റ്റ് ആൻഡ് എവറി ടെസ്റ്റ്, നമുക്ക് പിന്നെ നെക്സ്റ്റ് കടമ്പാറുള്ളത് ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ്. ആസ് ദിസ്. ഓക്കെ, അപ്പോൾ അതിന് ഇഫ് നിങ്ങളുടെ ഫസ്റ്റത്തെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു 6 മാസം കഴിഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ വീണ്ടും ഐ ടെസ്റ്റ് ചെയ്യണം. സോ ഐ ടെസ്റ്റിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 dirhams ആണ് വരിക. പിന്നെ അത് കഴിഞ്ഞിട്ട് വി ക്യാൻ ഡു ദിസ് ഓൺലൈൻ പേയ്മെൻറ്റ് ഫോർ ദിസ് ലൈസൻസ്. അത് അപ്ലൈ ചെയ്യാൻ ഇറ്റ് കോസ്റ്റ് 318 dirhams. അത് ഓൺലൈനായിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. 318. ഓക്കെ, അത്രയാണ് റേറ്റ് വരുന്നത്. ഇത്രയൊക്കെയാണ് കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ. ഇനി എനിക്കുണ്ടായിരുന്നിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. സോ ഞാൻ ആക്ച്വലി എൻ്റെ പാർക്കിംഗ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഐ സ്റ്റാർട്ടഡ് ഗോയിങ് ഫോർ ദിസ് റോഡ് ക്ലാസ് ആൻഡ് ഓൾ. എനിക്ക് സത്യം പറയാലോ, ആദ്യത്തെ 2 ടെസ്റ്റിലും 3ാമത്തെ ടെസ്റ്റ് ഇല്ല. ഓക്കെ, ആദ്യത്തെ 3 ടെസ്റ്റിലും വേണമെങ്കിൽ പറയാം എനിക്ക് പേടിയായിരുന്നു. ഓക്കെ, റോഡ് ടെസ്റ്റിനേക്കാളും റോഡിൽ ഓടിക്കാൻ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് 18 വയസ്സിൽ നാട്ടിൽ ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ബോത്ത് 2 wheeler ആൻഡ് 4 wheeler. ബട്ട് എനിക്ക് സ്കൂട്ടി ഓടിക്കാൻ കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. കാരണം ലൈസൻസ് കിട്ടിയതിന് ശേഷം ഞാൻ നാട്ടിൽ കാർ ഓടിച്ചിട്ടില്ല. സത്യം പറയാലോ, കൂടിപ്പോയ 18 വയസ്സ് തൊട്ട് 23 വയസ്സ് വരെ നോക്കുമ്പോൾ മാക്സിമം ഞാൻ ഒരു 5 വട്ടം ഓടിച്ചിട്ടുണ്ടാവും കാറൊക്കെ. അല്ലാണ്ട് ഞാൻ കാർ ഓടിച്ചിട്ടില്ല. ബിക്കോസ് എൻ്റെ വീട്ടിൽ ആരും സമ്മതിക്കാറില്ല കാർ ഓടിക്കാനായിട്ട്. അതുകൊണ്ട് എനിക്ക് കൂടുതലും 2 wheeler ഓടിക്കാനാണ് ഇഷ്ടം. ബട്ട് ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ഐ തിങ്ക് ഇറ്റ്സ് മോർ സേഫ്റ്റി ഫോർ 4 wheeler ടു ഡ്രൈവ് ദാൻ 2 wheeler. ഇവിടെ കൂടുതൽ ആൾക്കാർ കാറാണ് എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം അതാണ് മോർ സേഫ്. എനിവേ, സോ
ഇവിടെ പിന്നത്തെ കാര്യം വെച്ചാൽ നമുക്ക് നാട്ടിൽ പതുക്കെ വണ്ടി ഓടിക്കാം, അങ്ങനെ സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ ഹൈവേയിലുള്ളൂ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ ലൈക്ക് മിനിമം സ്പീഡ് വി ഹാവ് ടു ബി 40 ഇൻ റെസിഡൻഷ്യൽ ആൻഡ് ഓൾസോ അല്ല 40 ആക്ച്വലി മാക്സിമം സ്പീഡ് ആയിട്ട് റെസിഡൻഷ്യൽ ഏരിയയിൽ. ബട്ട് ഈ ഹൈവേയിലൊക്കെ വരുമ്പോൾ വി ഹാവ് ടു ഡ്രൈവ് 60 മിനിമം. നമ്മൾ ഭയങ്കര സ്ലോയിൽ ഓടിക്കാൻ പാടില്ല. വി ഹാവ് ടു കീപ് ദ സ്പീഡ് ലിമിറ്റ്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഐ വാസ് ലൈക്ക് അയ്യോ, കാരണം എനിക്ക് കാറ് ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞിട്ടല്ല നാട്ടിൽ കാർ അങ്ങനെ ഓടിച്ച് ശീലമില്ലാത്ത കാരണം എനിക്ക് പേടിയായിരുന്നു. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ ഇവിടുത്തെ ഇവിടെ കുറേ റൂൾസ് ഉണ്ടല്ലോ. ലൈക്ക് നമ്മൾ റോട്ടിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ കുറേ റൂൾസ് നമ്മൾ ചെക്ക് ചെയ്യണം. ഇൻ കേസ് നമ്മൾ ചെക്ക് ചെയ്തില്ലെങ്കിൽ ഫൈൻ കിട്ടും. ഫൈൻ കിട്ടുന്ന കാര്യം മാത്രമല്ല, വി ഹാവ് ടു നോ ദ റൂൾസ്. അതാണ് ബേസിക് കാര്യം. അതൊക്കെ അറിയണവർ മാത്രം ലൈസൻസ് എടുത്താൽ മതി എന്നാണ് ഇവിടുത്തെ ഒരു ഇത്. അത് തന്നെയാണോ നല്ലത്. അപ്പോൾ സ്റ്റാർട്ടിങ് ആദ്യത്തെ 3 ടെസ്റ്റ് സത്യം പറയാലോ ടെസ്റ്റിന് കൊടുക്കുമ്പോൾ എനിക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ അവിടെയൊക്കെ ചെയ്യണമെന്ന് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. ടീച്ചർ പഠിപ്പിക്കുന്നു, ഞാൻ പഠിക്കുന്നു. അത് ടെസ്റ്റ് പാസ്സാകാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം മാത്രമേ എൻ്റെ തലയിലുണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ടെസ്റ്റ് പാസ് ചെയ്തതിന് ശേഷം എങ്ങനെ ഓടിക്കണം എന്നുള്ളൊരു ബോധം എനിക്കുണ്ടായിരുന്നില്ല. അതാണ് സത്യാവസ്ഥ. പക്ഷേ 3ാമത്തെ ടെസ്റ്റിൽ ഞാൻ പൊട്ടിയതിന് ശേഷം പിന്നെ ഞാൻ ലൈക്ക് 4ാമത്തെ ടെസ്റ്റിലേക്ക് ആകുമ്പോഴേക്കും നമ്മൾ കുറേ ക്ലാസ് ഒക്കെ എടുക്കുമല്ലോ. ആക്ച്വലി ആ ക്ലാസ്സിൽ ഞാൻ മെയിനായിട്ട് പാസ്സാവാൻ വേണ്ടിയിട്ടല്ല പഠിക്കണ്ടായിരുന്നത്. ഞാൻ എങ്ങനെ റോട്ടിൽ ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ക്ലാസ്സിന് പോയത്. ആൻഡ് ഓൾസോ അങ്ങനെ വിചാരിച്ച് ക്ലാസ്സിന് പോകുമ്പോണ്ടല്ലോ ഐ ഫീൽ ലിറ്റിൽ മോർ കോൺഫിഡൻറ്റ്. ആൻഡ് ഓൾസോ എന്നെ പഠിപ്പിക്കാൻ ടീച്ചർ പറഞ്ഞു നീ നന്നായി ഓടിക്കുന്നുണ്ടെന്ന്. കാരണം അതുവരെ ടീച്ചർ പറയുന്നത് ഒന്ന് കുറച്ചും കൂടി ആക്റ്റീവ് ആവ്, കുറച്ചുകൂടിയും ഒരു ഇത് വരട്ടെ, നീ ഇങ്ങനെ പേടിച്ച് ഓടിക്കരുത് എന്നാണ് ടീച്ചർ എന്നെ എൻ്റെ അടുത്ത് പറയാറ്. പക്ഷേ 4ാമത്തെ ടെസ്റ്റിന് മുമ്പ് ഞാനിങ്ങനെ ഓടിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു ഓക്കെ നീ നന്നായി ഓടിക്കുന്നുണ്ട്, ഇങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ നീ ടെസ്റ്റ് പാസ്സാവും അങ്ങനെ പറഞ്ഞു. ആക്ച്വലി 4ാമത്തെ ടെസ്റ്റ് ഞാൻ കൊടുക്കുമ്പോൾ ഐ വാസ് ലൈക്ക് ഇതെന്തായാലും കിട്ടും അങ്ങനെയായിരുന്നു. കാരണം എനിക്ക് റോട്ടിൽ ഓടിക്കാൻ പേടിയുണ്ടായിരുന്നില്ല. എനിക്ക് ആദ്യമൊക്കെ സിഗ്നലിൽ കൂടെ ഓടിക്കുമ്പോൾ അതുപോലെ റൗണ്ട് ബോട്ടൊക്കെ ഓടിക്കുമ്പോൾ എനിക്ക് എന്താ ഫീൽ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ ആ ഒരു സ്പീഡ് കാര്യങ്ങളൊക്കെ ലൈക്ക് ഈ റൗണ്ട് ബോട്ടിലേക്കൊക്കെ ഇടിക്കുമ്പോൾ കുറച്ച് സ്പീഡ് വേണം. അതുപോലെ ആ റൗണ്ട് ബോട്ടിൽ നിന്ന് റോട്ടിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കുറച്ച് സ്പീഡ് വേണം. അതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അല്ലാണ്ടൊന്നും നമുക്കതൊന്നും ലൈക്ക് ആദ്യമായിട്ട് ഓടിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ എനിക്കൊക്കെ അത് ഭയങ്കര ഒരു പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ആ 4th ടെസ്റ്റിന് മുമ്പ് ഞാൻ ഓടിക്കുമ്പോൾ ഐ ഫീൽ കോൺഫിഡൻറ്റ് ഫോർ ദീസ് തിങ്സ്. അതുപോലെ ഈ സിഗ്നലിൽ ഫസ്റ്റാണ് നമ്മുടെ വണ്ടിയിൽ നിൽക്കണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് സ്പീഡിൽ എടുക്കണം, അല്ലെങ്കിൽ ബാക്കിലത്തെ വണ്ടിയൊക്കെ ഇങ്ങനെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഓടിക്കാൻ അറിഞ്ഞാലാണല്ലോ നമുക്ക് ആ ഒരു സംഭവം കാൽമിക്ക് വരുള്ളൂ. ഈവൻ ദോ ഞാനൊരു ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, എന്നാലും ഫോർ മീ ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. ഓക്കെ, അത് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും കേട്ടോ. ഫോർ മീ ഇറ്റ് വാസ് എ ബിറ്റ് ഡിഫിക്കൾട്ട് ഫോർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പം പക്ഷെ 4th ഫെയിലെന്ന് കാണിച്ചപ്പോൾ എനിക്കത് ഭയങ്കര വിഷമമായി. കാരണം എന്താ പറയുക, ഭയങ്കര വിഷമമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല ഉറപ്പായിരുന്നു കിട്ടുന്നു. അതാണ് എനിക്ക് അങ്ങനെ വിഷമമാവാൻ കാരണം ഉണ്ടായത്. പക്ഷെ 5th ഞാൻ രണ്ടും കൽപ്പിച്ചു. ലൈക്ക് ഞാൻ അവിടെ ഒരു 8:45 എത്തിയുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ പോയി ടെസ്റ്റ് കൺഫേം ചെയ്തു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. കാരണം ഞാൻ ആ ഒരു 8:45 ടൈമിൽ പോകുമ്പോഴേക്കും ആ വെയിറ്റിംഗ് ഏരിയ ഫുള്ളും ആൾക്കാരായിട്ട് നിറഞ്ഞു നിൽക്കായിരുന്നു. ഫുള്ള് ആൾക്കാർ വന്നിട്ട് നിൽക്കായിരുന്നു. ബട്ട് കുഴപ്പമില്ല, കുറച്ച് വെയിറ്റ് ചെയ്താലും എന്താ പറയുക പോവാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ കൺഫേം ചെയ്തു, കയറിയിരുന്നു. സത്യം പറയാലോ ഞാൻ ജയിക്കും എന്ന് വിചാരിച്ചിട്ട് പോയില്ല. ബിക്കോസ് നമ്മളെല്ലാ പ്രാവശ്യം അങ്ങനെ വിചാരിച്ചിട്ട് അതിൻ്റെ റിവേഴ്സ് ആണല്ലോ നടക്കാറ്. ഞാൻ അവിടെ പോയി എൻ്റെ പേര് വിളിച്ചു. അങ്ങനെ ഞാൻ 2ാമത്തെ ആളായിരുന്നു. 4 പേര് വിളിക്കുക, ഞാൻ 2ാമത്തെ ആയിരുന്നു അതിൽ. അങ്ങനെ ഫസ്റ്റത്തെ ആളുടെ കഴിഞ്ഞു, 2nd ആൾ ഞാനായിരുന്നു. ഞാൻ കയറി സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മിറർ ചെക്ക് ചെയ്തു. പിന്നത്തെ ഒരു ടിപ്പ് ഞാൻ പറയാം കേട്ടോ. ഈവൻ ദോ നമ്മുടെ സീറ്റ് ഓക്കെ ആണെങ്കിലും, മിറർ ഓക്കെ ആണെങ്കിലും, സെൻട്രൽ മിറർ ആയാലും നമ്മുടെ 2 സൈഡ് മിറേഴ്സ് ആയാലും എല്ലാം നമുക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷേ യു ഹാവ് ടു റീഅഡ്ജസ്റ്റ് എന്തായാലും ചെയ്യണം. ഞാൻ ഏതൊരു ടെസ്റ്റിന് അത് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് ആ മിസ്റ്റേക്ക് അവരിടും. പക്ഷെ ആ പോയിന്റിൽ വരുമ്പോൾ അവർ വേറെ ചെയ്തില്ലെങ്കിൽ അവൻ ടിക്ക് ചെയ്യുക. പക്ഷെ അതൊരു മിസ്റ്റേക്കായിട്ട് അവർ നോക്കും. സോ സീറ്റ് പെർഫെക്റ്റ് ആയാലും എന്ത് ഓക്കെ ആയാലും അത് വീണ്ടും നമ്മൾ റീഅഡ്ജസ്റ്റ് ചെയ്യണം. അതായത് ഒന്ന് ലൈക്ക് സീറ്റ് ഇപ്പോൾ നമുക്ക് ഓക്കെ ആയാലും ഒന്ന് വലിച്ചിട്ടിട്ട് കറക്റ്റ് ആ പൊസിഷനിലാക്കാം. എല്ലായിടത്തും നമ്മുടെ കയ്യെത്തണം. ഓക്കെ, സോ അങ്ങനെ ചെയ്യണം. ഞാൻ അങ്ങനെ ഒരു ടെസ്റ്റിൽ ചെയ്തില്ല. എനിക്കത് ഓക്കെ പോലെ തോന്നിയിട്ട് ഞാൻ പിന്നെ അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് ഒരു ബന്ധമില്ലാത്ത മിസ്റ്റേക്ക് അവരിടുന്നത്. പിന്നെന്താ, ഓക്കെ, പിന്നെ ഒരു കാര്യം ജസ്റ്റ് ഫോർ യുവർ എന്താ പറയുക എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ആദ്യത്തെ 2-3 ടെസ്റ്റ് നിങ്ങൾ ഒരേ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ ജയിക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷഫിൽ ചെയ്യാം. സ്ഥിരം പോകുന്ന ടൈമിൽ നിന്ന് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടോ കുറച്ചുകൂടി നേരത്തെ ആയിട്ടോ അങ്ങനെ പോവാം. സോ വാട്ട് ഐ എം സേയിങ് ഇസ് ദാറ്റ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ. കാരണം
ഇവിടെ ഞാനിങ്ങനെ ഓരോ ടെസ്റ്റും പൊട്ടുമ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും ഇവിടെ 1, 2, 3 വർഷമൊക്കെ ആയിട്ട് ലൈസൻസ് കിട്ടാത്തവരുണ്ട്. അത് വല്ലാത്ത അവസ്ഥയാട്ടോ. കാരണം 4ാമത്തെ ടെസ്റ്റിൽ ഞാൻ പൊട്ടിയപ്പോൾ ഐ വാസ് ലൈക്ക് ഓ മതി നിർത്താം, അങ്ങനത്തെ ഒരു ഫീലായിരുന്നു എനിക്ക്. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് ഞാനൊരു എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഇട്ട ഒരു ഷൂട്ട് ചെയ്യുന്നൊരു വ്ളോഗാണ് ഗൈസ്. കിടലനായിരുന്നു. The experience is amazing. Now I feel a little bit confident to drive a car. കാരണം ഞാൻ അത്യാവശ്യം അധികം ക്ലാസ് എടുത്തിട്ടുണ്ട്. 10 ക്ലാസ് മിനിമെങ്കിലും ഞാൻ എടുത്തിട്ടുണ്ടാവും. ഞാൻ കറക്റ്റ് എണ്ണം വെച്ചിട്ടില്ല, പക്ഷെ 10 ക്ലാസ് മിനിമം ഞാൻ എടുത്തിട്ടുണ്ടാവും. ക്ലാസ് എടുത്തതല്ല കേട്ടോ, നമ്മൾ ഓടിക്കുന്ന റോഡിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ചൊരു ഐഡിയ വേണം. അതാണ് ബേസിക്കലി എനിക്ക് പറയാനുള്ളത്. പിന്നത്തെ കാര്യം, ഫസ്റ്റ് ടെസ്റ്റ് സെക്കൻഡ് ടെസ്റ്റ് ഒക്കെ പെട്ടെന്ന് പാസ്സായവരോട് ഓക്കെ, നിങ്ങൾ ടെസ്റ്റ് പാസ്സായെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഓവർ കോൺഫിഡൻസിൽ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ക്യാമറ ഏരിയയിലൊന്നും വല്ലാണ്ട് ഓടിക്കരുത് കേട്ടോ. ബിക്കോസ് നമുക്ക് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് 6 മന്ത്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കൈൻഡ് ഓഫ് ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള കുറേ ലൈക്ക് നമ്മൾ ഈ ലൈസൻസ് എടുത്തതിനൊരു ഉപകാരം ഉണ്ടാവില്ല. ഓക്കെ, അതിൻ്റെ ഫൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹ്യൂജ് ആയിരിക്കും. സോ ഇറ്റ്സ് ബെറ്റർ ഇങ്ങനെ കുറച്ച് ലൈക്ക് എന്താ പറയുക, കുറച്ചേശ്ശെ ഓടിക്കാം. അതിൻ്റെ ട്രാഫിക്കൽ ഏരിയയിലൊന്നും വല്ലാണ്ട് ഓടിക്കാണ്ടിരിക്കുക. ബി കെയർഫുൾ, അത്രയ്ക്ക് പറയുള്ളൂ. ബിക്കോസ് നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടുമ്പോൾ നമുക്ക് സംഭവം നല്ല എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് റോഡ് പരിചയമില്ലാണ്ട് നമ്മൾ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് വല്ല ആക്സിഡൻറ്റോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് നോക്കുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും അധികം നാളായിട്ടില്ലാന്ന്. സോ ദാറ്റ് നമുക്കായിരിക്കും പ്രശ്നം ഉണ്ടാവുക. നമ്മൾ മര്യാദയ്ക്ക് റോഡ് പഠിച്ചിട്ടില്ല, റൂൾസ് അറിയില്ല, അങ്ങനെ കുറേ മിസ്റ്റേക്സ് ഉണ്ടായിരിക്കും. സോ ഇറ്റ്സ് ബെറ്റർ നന്നായിട്ട് എന്താ പറയുക, ലൈസൻസ് കിട്ടിയാലും ഇപ്പോൾ പ്രാക്ടീസ് വേണമെങ്കിൽ ഇങ്ങനെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ ഉണ്ടാവുമല്ലോ. സോ യു ക്യാൻ ടേക്ക് ക്ലാസ്സസ്. അപ്പോൾ പിന്നെ ലൈക്ക് റോഡൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പിന്നെ വണ്ടി ഓടിക്കാൻ നോക്കാം, അതായിരിക്കും നല്ലത്. സോ ഇങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അബൌട്ട് UAE ലൈസൻസ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.